വെൽക്കം ബാക്ക്. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലെ അഥവാ പൈതൺ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ചാപ്റ്ററിലെ കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അവിടെ പൈതണിൻ്റെ ഒരു 3 മോഡൽ ക്വസ്റ്റ്യൻസാണ്, കൈറ്റ് പ്രൊവൈഡ് ചെയ്ത 3 മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മോഡൽ എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഒരു വശത്തിൻ്റെ നീളം നൽകിയാൽ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കാണുന്നതിനുള്ള പൈതൺ പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തി പ്രോഗ്രാം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായി കുറച്ച് സ്റ്റെപ്സ് തന്നിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. തയ്യാറാക്കിയ പ്രോഗ്രാം രജിസ്റ്റർ നമ്പർ _square.py എന്ന പേരിൽ exam10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ സേവ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചെയ്യുന്ന മുമ്പ് പ്രോഗ്രാം നോക്കാം. ലെങ്ത് ഈക്വൽ ടു ഇൻപുട്ട്, എൻ്റർ ദ ലെങ്ത് പറഞ്ഞ വേരിയബിളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻപുട്ടായിട്ടൊരു നമ്മൾ എൻ്റർ ചെയ്യുന്ന വേരിയബിളെ അവിടേക്ക് ഫീഡ് ചെയ്യും. ദെൻ പ്രിൻ്റ് ഏരിയ ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്ത് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റിജർ നമ്പറല്ലേ. അപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ അതെന്ത് ഒരു ഇൻറ്റിജറായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇൻറ്റ് എന്നുള്ള സാധനം ആഡ് ചെയ്ത് കൊടുക്കാണ്ടാവും. ദെൻ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഏരിയ കാണാനാണ് അല്ലേ. ഏരിയ കാണണം. ഏരിയ ഈക്വൽ ടു ഇത് സ്ക്വയറാണ് അഥവാ സമചതുരമാണ്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്ത്, അല്ലെങ്കിൽ ഒരു വശം ഇൻറ്റു അടുത്ത വശം, അല്ലെങ്കിൽ A² എന്നൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ലെങ്ത്ത് കൊടുക്കുക, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലെങ്ത്ത് എന്നുള്ളത് ചെയ്യുക, ലെങ്ത്ത് ഈക്വൽ ടു എന്നുള്ളടത്ത് ഒരു ഇൻറ്റിജർ എന്നുള്ള ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പൈതൺ പ്രോഗ്രാം ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്തിരുന്നു. ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യേണ്ട ഐഡിയലിയിൽ ചെയ്താൽ മതി. അതിനെന്ത് ചെയ്യുക, നമ്മൾ ഷോ ഓൾ ആപ്ലിക്കേഷനിൽ പോയിട്ട് IDLE സെർച്ച് ചെയ്യുക. IDLE അടിക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ ദൃശ്യമാവും, ഓപ്പൺ ചെയ്യാം. തുറന്നു വരുന്ന വിൻഡോയിൽ ഇതാണ് നമ്മുടെ IDLEൻ്റെ ഷെല്ല്. ഈ ഷെല്ലിലെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. അവിടെ ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, കഴ്സർ ഉണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, ചാടി കയറി അവിടെ ടൈപ്പ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക, അവിടെ ചെയ്താൽ വർക്കാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കും വേണം. ഞാൻ പറയാം. ഐഡിയലി ഷെല്ല് തുറന്നു വരും. ഐഡിയലി തുറന്ന് ഒന്നാമതായി വരുന്ന വിൻഡോ എങ്ങനെയായിരിക്കും, അവിടെ കുറച്ച് കമാൻഡൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള പേജിൽ എന്തുണ്ടാവില്ല, കമാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള പേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിനകത്ത് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്ലാങ്ക് ആയൊരു വിൻഡോ വരും, ടെക്സ്റ്റ് എഡിറ്ററിൽ ബ്ലാങ്ക് ആയ വിൻഡോ. ഈ വിൻഡോയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യത്തെ വിൻഡോയിൽ ചാടി കയറി ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് നോക്കിയാൽ എന്ത് ചെയ്യില്ല, സിമ്പിളായ വർക്ക്സൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയ വർക്കുകളൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പേജിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പം ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു പുതുതായിട്ടൊരു ഫയൽ തുറക്കണം എന്നാണ്. അപ്പോൾ ഷെല്ലിൽ ന്യൂ ഫയൽ തുറന്ന് അങ്ങനെ ടൈപ്പ് ഫ്രീ ആയിട്ടുള്ളൊരു പേജ് തുറന്നു വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. നോക്കൂ, ഇവിടെ ഞാൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലെങ്ത്ത് ഈക്വൽ ടു ലെങ്ത്ത് സ്പേസ് ഇട്ടിട്ട് ഈക്വൽസ് ദെൻ ഇൻറ്റ് മീൻസ് ഈ ലെങ്ത്തിനെ നമ്മളൊരു നമ്പറായിട്ട് പരിഗണിക്കണം, അതായത് ഇൻറ്റിജറായിട്ട് പരിഗണിക്കണം. അതിനുവേണ്ടിയാണ് ഇൻറ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഒരു ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് എൻ്റെ ലെങ്ത്ത് പ്രോഗ്രാമിൽ തന്നതാണ്. ഞാൻ ആ ഇൻറ്റ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഒരു ബ്രാക്കറ്റ് അഡീഷണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏരിയ ഈക്വൽസ് ഏരിയ എന്ന് കഴിഞ്ഞിട്ട് സ്പേസ്, ദെൻ വീണ്ടും സ്പേസ്, ലെങ്ത്ത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ എന്താണ്, സ്റ്റാറാണ്. ആ സ്റ്റാർ ഇട്ട് കൊടുക്കുക, ഒരു സ്പേസിലിട്ട് വീണ്ടും ലെങ്ത്ത് എന്ന് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ഏരിയ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഏരിയ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഏരിയ കാണുന്നുണ്ട്. പ്രിൻ്റ് ഏരിയ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ലെങ്ത് എന്നുള്ളത് ഏരിയ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് ഫീഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് കമാൻഡ് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ഏരിയ എന്ന് ഡബിൾ കൊട്ടേഷൻ കൊടുത്തു. എന്നാൽ ഏരിയ എന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് വരാനാണ്. അതിനുശേഷം കോമന്റ് ഏരിയ എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതിനുശേഷം റൺ കമാൻഡ് ക്ലിക്ക് ചെയ്യുക. റൺ കമാൻഡ് ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള റൺ മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവരൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈതണിൻ്റെ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അഡീഷണൽ പോയി സേവ് ചെയ്യേണ്ട കാര്യമില്ല.
റണ്ണ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അത് സേവ് ആകുന്നുണ്ട്. അപ്പോൾ റണ്ണ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനിലേക്കാണ് സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ ഫയലിൽ പോയി ജസ്റ്റ് സേവ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഫയലോടെ സേവ് ആയിട്ടുണ്ടാവും. അഡീഷണൽ രണ്ടാമത് പോയിക്കാണ്ട് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് ടു ഓക്കെ ടു സേവ് എന്ന് കൊടുക്കുകയും വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ എവിടെയാണ്, എക്സാം 10 പ്രൊഡക്ട്സിലാണ്. അപ്പോൾ ഇവിടെ ഈ താഴെയുള്ള ഇത് ഓപ്ഷൻസ് ഇങ്ങനെ നീക്കി കൊടുത്താൽ, ഈ ഒരു ബാറിൽ നീക്കി കൊടുത്താൽ എന്ത് ചെയ്യും, സ്ക്രോളിംഗ് ബാറിൽ നീക്കി കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റും. അവിടെ എക്സാം 10 പ്രൊഡക്ട്സ് തുറക്കുക. അതിനകത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഒരു മിനിറ്റ് square.py എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്, square.py. അപ്പോൾ നമ്മൾ സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഒരു മിനിറ്റ്, square.py. എന്നിട്ട് എന്ത് ചെയ്തു, സേവ് എന്ന് കൊടുത്തു. അപ്പോൾ എൻ്റർ ദ ലെങ്ത്ത് ചോദിക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ, എൻ്റർ ദ ലെങ്ത്ത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിച്ചാൽ എന്ത് ചെയ്തു, ഏരിയ 100. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ എത്രയാണോ അതിൻ്റെ അതാണതൊരു ലെങ്ത്ത് ഒരു സൈഡാക്കി എടുത്ത് ഒരു സമചതുരത്തിൻ്റെ ഏരിയ കാണുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. പ്രോഗ്രാം ഒരു സൈഡിലുണ്ട്, നോക്കൂ. ലെങ്ത്ത് എന്ന് പറഞ്ഞത് ഒരു വേരിയബിളാണ്, വേരിയബിൾ ഈക്വൽസ്, അതിനൊരു ഇൻറ്റിജറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ദെൻ ഇൻപുട്ട് എൻ്റെ തൊട്ട് ലെങ്ത്ത്. ഇൻപുട്ട് കമാൻഡ് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്താണോ അതിന് ഈക്വൽ ടു കൊടുത്തിട്ട് ഏതൊരു വേരിയബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ വേരിയബിളിലേക്ക് എന്ത് ചെയ്യുന്നു, ആ വേരിയബിളിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ നമ്മൾ ലെങ്ത്ത് പറഞ്ഞ 10 എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ അത് ലെങ്ത്ത് എന്ന് പറഞ്ഞ് നമ്മൾ 10 എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ലെങ്ത്ത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഫീഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത കമാൻഡ് ഏരിയ എന്നാണ്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്ത് ഗുണിക്കണം ലെങ്ത്ത് എന്നാണ്. ലെങ്ത്ത് മൾട്ടിപ്ലൈ ലെങ്ത്ത് എന്ന് വെച്ചാൽ ലെങ്ത്ത് ഒരു വശം ഇൻറ്റു അടുത്ത വശം എന്നാണ് എന്ത്, റെക്റ്റാങ്കിളുടെ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഏരിയ കാണുക. അപ്പോൾ ഇവിടെ സമചതുരമായതുകൊണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് രണ്ട് സൈഡും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഇൻറ്റു ലെങ്ത്ത് കൊടുത്താൽ എന്താവും, ഏരിയ ആവും. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ലെങ്ത്തും കൊടുത്തു. ദെൻ ആ കാൽക്കുലേറ്റ് ചെയ്ത ഏരിയ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രിൻറ്റ് ഏരിയ എന്നുള്ളത് നമ്മളെ ക്വസ്റ്റ്യൻ തന്നത് തന്നെയാണ്. പ്രിൻറ്റ് കമാൻഡിനകത്ത് ഡബിൾ കൊട്ടേഷനകത്ത് ഏരിയ എന്ന് കൊടുത്തു. അത് അതുപോലെ തന്നെ ഏരിയ എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ ഇട്ടിട്ട് ഏരിയ എന്ന് ടൈപ്പ് ചെയ്തു. സ്മോൾ ലെറ്റർ ഏരിയ, അതാണ് നമ്മുടെ വേരിയബിൾ. അപ്പോൾ നേരത്തെ ലെങ്ത്തിൻ്റെ ലെങ്ത്ത് കാൽക്കുലേഷൻ ചെയ്ത വാല്യൂ എന്തിലുണ്ടാവും, നമ്മുടെ സ്മോൾ ലെറ്റർ ഏരിയ എന്ന് പറയുന്ന കമാൻഡിലുണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫീഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടുത്ത ടേം വരുന്നു 23 കൊടുത്തു. 23 കൊടുക്കുമ്പോൾ 529, അതിൻ്റെ 23ൻ്റെ സ്ക്വയറാണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യ ഇൻപുട്ടായി നൽകുമ്പോൾ അതിൻ്റെ ഗുണന പട്ടിക പ്രിൻറ്റ് ചെയ്യുന്ന വിധത്തിൽ താഴെ നൽകിയ പൈതൺ പ്രോഗ്രാമിനെ പരിഷ്കരിക്കുക. തന്നിരിക്കുന്ന ഇൻപുട്ട് എന്താണ്, നമ്പർ ഈക്വൽസ് 5 ഫോർ ഐ ഇൻ റേഞ്ച് 1,11 പ്രിൻറ്റ് ഐ ഡബിൾ കൊട്ടേഷനകത്ത് എക്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ NUM നമ്പർ എന്നുള്ളതിൻ്റെ ഷോർട്ടാക്കി നം എന്ന് കൊടുത്തിട്ടുണ്ട്, ഇടുന്നു. ദെൻ ഡബിൾ കൊട്ടേഷനകത്ത് ഈക്വൽസ്, ദെൻ ഇട്ടിട്ട് ഐ ഇൻറ്റു NUM. ഇവിടെ നിലവിൽ നം എന്നുള്ളതിൻ്റെ NUM എന്നുള്ളതിൻ്റെ വാല്യൂ 5 ആണ്. ഫോർ ഐ ഇൻ റേഞ്ച്, ഈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂ, റേഞ്ചിൻ്റെ ബ്രാക്കറ്റിനകത്ത് രണ്ട് വാല്യൂകളുണ്ടെങ്കിൽ ഒന്നാമത്തെ വാല്യൂ സ്റ്റാർട്ടിങ് വാല്യൂ ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ അപ്പുറത്തുള്ള വാല്യൂ. എന്ന് വെച്ചാൽ 10 ലിമിറ്റ് ചെയ്യണമെങ്കിൽ 11 കൊടുത്താൽ മതി. അപ്പോൾ 11 തൊട്ട് മുൻപുള്ള വാല്യൂ വരെ അത് റൺ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 1 മുതൽ 11 വരെ എന്ന് പറയുമ്പോൾ അത് 1 മുതൽ 10 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കൗണ്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഓരോ തവണയും ഐയുടെ വാല്യൂ എന്ത് ചെയ്യും, ആദ്യ തവണ 1 ആവും, ദെൻ 2 ആവും, ദെൻ 3, അങ്ങനെ അപ് ടു 10 വരെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ നമ്പർ ഈക്വൽ ടു 5 എന്നുള്ളടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു കമാൻഡ് കൊടുത്താൽ മതി. എന്താ, നമ്പർ ഈക്വൽ ടു എന്നുള്ളടുത്ത് ഇൻപുട്ട് എന്നുള്ളൊരു ബ്രാക്കറ്റിനകത്ത് എൻ്റർ എ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ നമ്പർ എന്ത് ചെയ്യും, സ്ക്രീനിലേക്ക് ഫീഡ് ചെയ്യപ്പെടും. സ്ക്രീനിലേക്ക് നമ്പറിലേക്ക് ഫീഡ് ചെയ്യപ്പെടും. അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് സ്ക്രീനിൽ വരിക. ആദ്യം നമുക്ക് ഈ ഒരു കമാൻഡ് കോഡൊന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്
ഐഡിയലി തുറക്കണം. ഐഡിയലി തുറക്കാൻ വേണ്ടിയിട്ട് ഷോ ആൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഐഡിയലി സെർച്ച് ചെയ്യുന്നു. ഐഡിയലി സെർച്ച് ചെയ്ത് തുറക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ഫയൽ തുറക്കുക. അതിനുശേഷം ഇവിടെ തന്ന കമാൻഡ് ഒന്ന് ചെയ്ത് നോക്കാം. തന്ന കമാൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നു, കോഡ് കാണാൻ വേണ്ടിയിട്ട്. num equals 5, then for I in range 1,11 colon print I, x. ഈ എക്സ് എന്നുള്ളത് അങ്ങനെ തന്നെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വരാനാണ് ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഡബിൾ കൊട്ടേഷൻ അല്ലാത്തതാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് സ്ക്രീനിൽ വരിക. അപ്പം നമ്മിൻ്റെ ഒക്കെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് സ്ക്രീനിൽ വരിക. I into ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോ. ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫോർ ഐ ഇവിടെ റൺ കമാൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്തു. റൺ മോഡിൽ ക്ലിക്ക് ചെയ്തു. സോഴ്സ് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പൈത്തണിൻ്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് പോയി സേവ് ചെയ്യേണ്ട കാര്യമില്ല. റണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. സേവ് ചെയ്യണം. ദെൻ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. X110 പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പേരെന്തായിരുന്നു? മൾട്ടി ടേബിൾ എന്നാണ്. ഓക്കെ, മൾട്ടി ടേബിൾ .py സേവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഫയൽ റിസൾട്ട് വന്നിട്ടുണ്ടാവും. നോക്കൂ, റിസൾട്ട് വന്നിട്ടുണ്ട്. 1 × 5 2 × 5 ആ രീതിയിൽ എന്ത് ചെയ്തു, 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്ത് ചെറിയ ചേഞ്ച് വരുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഏത് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് വരുന്ന രീതിയിലാക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചെറിയ ചേഞ്ച് വരുത്തുക. നമ്മൾ ഇൻറ്റീജർ കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. കാരണം ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇൻറ്റീജറായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അതിനുശേഷം ഇൻപുട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എൻ്റർ എ നമ്പർ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇൻപുട്ട് കമാൻഡിന് ക്ലോസ് ചെയ്യണം, ഇൻറ്റീജറിന് ക്ലോസ് ചെയ്യണം. അതിനുശേഷം റൺ മോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിവിടെ 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നോക്കൂ, 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12. അത്തരത്തിൽ എന്ത് ചെയ്തു, താഴേക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. ഇവിടെ ഞാൻ ചേഞ്ച് വരുത്തിയത് എന്താണ്, നമ്പർ ഈക്വൽ ടു എന്നുള്ളിടത്ത് എന്ത് 5ന് പകരം അവിടെ നമ്പർ ഫീഡ് ചെയ്യാനുള്ള നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് ആ നമ്പർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് ഫീഡ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തു. എന്തായിരുന്നു കമാൻഡ്? INT എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനെ ഒരു നമ്പറായി പരിഗണിക്കുക, ഇൻറ്റിജർ നമ്പറായി പരിഗണിക്കാൻ INT എന്ന് കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ഇൻറ്റിജറായി മൊത്തം ഇൻറ്റിജറായി പരിഗണിക്കാൻ വേണ്ടി ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഇൻപുട്ട് കമാൻഡ് പറഞ്ഞാൽ ഇൻപുട്ട് ബ്രാക്കറ്റിനകത്ത് എൻ്റർ എ കമാൻഡ് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് സ്ക്രീനിൽ കാണിക്കും. അതിന് റിപ്ലൈ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് എങ്ങോട്ടേക്കാണോ ഈക്വൽസ് കൊടുത്തിട്ടുണ്ട് ആ വേരിയബിളിലേക്ക് ഫീഡ് ചെയ്യും. ഇവിടെ നമ്പർ NUM എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് ഈക്വൽസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻപുട്ട് എൻ്റർ എ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ NUM എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഫീഡ് ചെയ്യപ്പെടും. ദെൻ അത് വെച്ചിട്ട് കാൽക്കുലേഷൻസ് റൺ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. സപ്പോസ് ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 1 മുതൽ 10 വരെയുള്ളതാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അടുത്തത് 20 വരെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞത് എങ്കിൽ ക്വസ്റ്റ്യനിലൊന്ന് 10 വരെയുള്ളതിന് പകരം നിങ്ങൾ 20 വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ 4 I in range 11 എന്നില്ലേ, അവിടെ എന്ത് ചെയ്താൽ മതി, 21 എന്ന് കൊടുത്താൽ മതി. 21 എന്നായാലും എന്ത് ചെയ്യും,
അത് 20 വരെയും മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ മോഡിൽ ക്ലിക്ക് ചെയ്യുക. ആൾറെഡി നമ്മൾ പേര് കൊടുത്തുകൊണ്ടാണ് രണ്ടാമത് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ആ സേവ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ, നമ്മൾ കൊടുത്ത നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇവിടെ വരും. നമ്പർ കൊടുത്ത് ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തു നോക്കി. 2 എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ 1 മുതൽ 20 വരെ 2ൻ്റെ ഗുണനപ്പട്ടിക വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റർ നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു കോളം കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റർ നമ്പർ നിന്ന് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഏറ്റവും താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഓക്കെ ഇവിടെ തന്നെ കൊടുക്കാം. 10 എന്ന് കൊടുത്തു. എൻ്റെ ഒരു നമ്പർ വന്നൊരു കോളം വന്നിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ക്ലിയർ ആയല്ലോ. ഈ ഇൻഡിജറിന് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, കാണിച്ചു തരാം. ഒരു ഇഷ്യൂ ഇവിടെ വരും. ഇൻഡിജർ ഇല്ലാതെ വെറും വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ല സ്ക്രീനിൽ വരിക. ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ ഒഴിവാക്കി റൺ ചെയ്താണ്. എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാനിവിടെ 2 എന്ന ടേബിൾ ടൈപ്പ് ചെയ്തു. നോക്കൂ, എൻ്റെ നമ്പർ എന്നുള്ളിടത്ത് 2 ടൈപ്പ് ചെയ്തപ്പോൾ രണ്ടാമത്തെ തവണ ഫസ്റ്റ് തവണ 2, സെക്കൻഡ് തവണ 2 തവണ 2, തേർഡ് തവണ 3 തവണ 2, അങ്ങനെ മൾട്ടി എഴുതി ഒരു പിരമിഡ് പോലെ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 2നെ ഒരു ടെക്സ്റ്റായിട്ടാണ് അവർ പരിഗണിച്ചത്. അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടെ 2 തവണ അതിനെ എടുത്തു വെക്കുന്ന രീതി വന്നു. ആദ്യത്തെ തവണ 1/1 പറയുമ്പോൾ 1 തവണ വെച്ചു. ആ രീതിയിൽ ഇത് വന്ന്. പക്ഷേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്പറായി തന്നെ പരിഗണിക്കണം. അതിനെന്ത് ചെയ്യണം, ഈ ഇൻപുട്ടിൻ്റെ മുൻപിലായിട്ട് ഇൻറ്റ് എന്ന് കൊടുക്കണം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ആ ഇൻറ്റ് കംപ്ലീറ്റ് ബ്രാക്കറ്റിനകത്തായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂസ് കിട്ടുകയുള്ളൂ. നോക്കൂ, അപ്പോൾ ഇനി നമ്മൾ 12 കൊടുത്ത 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 20 വരെ കിട്ടി. സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ശരീര താപനില 370 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ, ആക്ച്വലി ഇത് 370 എന്നല്ല വരുന്നത്, 37 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വേണ്ടത്. ആ ഡിഗ്രി നിൻ്റെ 0 താഴേക്ക് ഇറങ്ങി വന്നതാണ്. 370 ഡിഗ്രി മനുഷ്യൻ ഉണ്ടാവുമോ? 370 ഡിഗ്രി എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണെങ്കിൽ ഫീവർ അലേർട്ടും എന്നും അല്ലെങ്കിൽ നോർമൽ എന്നും ഔട്ട്പുട്ട് നൽകുന്ന ഒരു പൈതൺ പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങൾ നൽകിയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രോഗ്രാം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം പ്രോഗ്രാം എന്താ തന്നിട്ടുള്ളത് എന്നുള്ളത്. നോക്കൂ, ഓക്കെ. ടെമ്പറേച്ചർ ഇവിടെ കണ്ട, നേരത്തെ പറഞ്ഞ ഇൻറ്റ് പറഞ്ഞ സാധനം ഇൻറ്റിജർ എന്നുള്ള. ഓക്കെ, ടെമ്പറേച്ചറിനെ ഷോർട്ടാക്കി ടെമ്പ് എന്ന് വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈക്വൽസ് ഇൻറ്റിജർ. ഇൻപുട്ട് എൻ്റർ ദ ബോഡി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് എന്ന് വെച്ചാൽ നമ്മൾ ബോഡി ടെമ്പറേച്ചർ ടൈപ്പ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ആ വാല്യൂ ഒരു ഇൻറ്റിജർ നമ്പറായിട്ട് ടെമ്പറിലേക്ക് ഫീഡ് ചെയ്യപ്പെടും. ഇഫ് ടെമ്പർ ഗ്രേറ്റർ ദാൻ 37, ടെമ്പറേച്ചർ 37നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് പറയണം, ഫീവർ അലേർട്ട് എന്ന് പറയണം. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ബ്രാക്കറ്റിനകത്ത് ഡബിൾ കൊട്ടേഷനിൽ നമ്മളെന്ത് ചെയ്യുക, ഫീവർ അലേർട്ട് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ എൽസ്, അപ്പോൾ 37 മുകളിലല്ല താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യുക, നോർമൽ എന്ന് പ്രിൻ്റ് ചെയ്യുക. അത്രയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, IDLE തുറക്കുക. IDLE തുറന്നു. ഫയലിൽ ന്യൂ എടുക്കുക. എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലാതെ എന്ത് ചെയ്യും, അവർ ഫയൽ തരും. ഇപ്പോൾ ഈ സ്ക്രീനിൽ തന്ന ഫയലുണ്ടല്ലോ, ആ ഫയൽ കമ്പ്യൂട്ടറിൽ ആൾറെഡി അവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എക്സാമിൻ്റെ സോഫ്റ്റ്വെയറിൽ. എന്നിട്ട് അത് ഇന്ന ലൊക്കേഷനിലുണ്ട്, എക്സാം ഡോക്യുമെൻറ്റ്സിൽ പൈതൺ എന്ന ഫോൾഡറിനകത്ത് ഇത്രാമത്തെ ഫയലായിട്ടുണ്ടെന്ന് പറയും. അത് തുറക്കാൻ പറയും. അത് തുറന്ന് വേണ്ട എഡിറ്റിംഗ് വരുത്തി ഫയൽ സേവ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. മോഡലിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. അതെങ്ങനെ തുറക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇത് സേവ് ചെയ്ത് രണ്ടാമത് എങ്ങനെ ഓപ്പൺ ആക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാനിതൊന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ഇതിനെ ഷോർട്ടാക്കിയിട്ട് ടെമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവർ ടെമ്പ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് സ്പേസ് ഇട്ടു, ഈക്വൽസ് ദെൻ ഇൻറ്റിജർ ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് ദെൻ എൻ്റർ ബോഡി ടെമ്പറേച്ചർ in Celsius.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 2 തവണ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഒന്ന് ഇൻറ്റിജർ എന്നുള്ള ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, ഇൻപുട്ടിൻ്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇഫ് കമാൻഡ്, ഇഫ് കണ്ടീഷൻ പറയാണ്, ഇഫ് ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 37, ദെൻ ഇഫിൻ്റെ കമാൻഡ് വരുമ്പോൾ ഒരു കോളം കൊടുക്കണം. അവിടെ നിന്ന് അടുത്ത് നമ്മൾ പ്രിൻ്റ് എന്താ വേണ്ടത്, 30 മുകളിലാണെങ്കിൽ നമുക്ക് ഫീവർ അലേർട്ട് എന്ന് കൊടുക്കണം. ഫീവർ അലേർട്ട് എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഞാൻ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എൽസ് അല്ലെങ്കിൽ പ്രിൻ്റ് നോർമൽ. ഓക്കെ, കോഡ് ഇത്രയേ ഉള്ളൂ. ഇതോടെ ആൾറെഡി തന്നതാണ്. ഇഫ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 37 പ്രിൻ്റ് ഫീവർ അലേർട്ട് എന്നുള്ള പ്രിൻ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 30 മുകളിലാണെങ്കിൽ ഫീവർ അലേർട്ട് എന്ന് കൊടുക്കുക, 30 താഴെയാണെങ്കിൽ നോർമൽ എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ ടു സേവ്. ദെൻ എന്ത് ചെയ്യുക, എക്സാം റൺ മോഡ്യൂളിൽ പോയിട്ട് എക്സാം റൺ പ്രോഡക്ട്സിൽ പോവുക. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, _ ഞാൻ ഫീവർ എന്നാണ് പേര് പറയുന്നത് കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കണം. ജസ്റ്റ് ഫീവർ എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, ഫീവർ ചെക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫീവർ ചെക്ക് എന്ന് മാറ്റി കൊടുക്കാം. 1 സെക്കൻഡ്. ഫീവർ ചെക്ക് സേവ് ചെയ്തു. ഫയൽ താഴത്തുണ്ട്, നേരത്തെ മിനിമൈസ് വെച്ചതായിരുന്നു. എൻ്റർ ബോഡി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് പറഞ്ഞു. ഞാൻ 48 കൊടുത്തു നോക്കി. എന്ത് പറയുന്നു, ഫീവർ അലേർട്ട് എന്ന് പറയുന്നുണ്ട്. ഇതാ പനിയാണ്. ഒന്നുകൂടെ ഞാൻ റൺ ചെയ്യാണ്. ഈ കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്യുന്നു. ഞാൻ 12 ഡിഗ്രി എന്ന് കൊടുത്തു നോക്കി. നോർമൽ പറയാൻ പറ്റുമോ? 12 ഡിഗ്രി പറ്റേ ലോ അല്ലേ? 37 വേണം മനുഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ, പ്രോഗ്രാം ക്ലിയർ ആയില്ലേ, മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പേര് എന്നിവ ഇൻപുട്ടായി നൽകിയാൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചു തരുന്ന ഒരു പൈതൺ പ്രോഗ്രാം എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ പൈതൺ എന്ന ഫോൾഡറിൽ ഫൈൻഡ് category.py എന്ന പേരിൽ നൽകിയിരിക്കുന്നു. 12 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വയസ്സ് ഇൻപുട്ടായി നൽകിയാൽ യു ആർ ഇൻ കിഡീസ് കാറ്റഗറി എന്ന് കൂടി പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാമിൽ ആവശ്യമായ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി തന്നൊരു പ്രോഗ്രാമാണ്. അവർ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയറിൽ തന്നിട്ടുണ്ട്. നമ്മളടുത്ത് എന്ത് ചെയ്യുന്നത്, അത് അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുണ്ടാവും. എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ പ്രോഗ്രാം ഉണ്ട്. നമ്മളെന്ത് ചെയ്യുക, ഫയൽ തുറന്നിട്ട് ആവശ്യമായ രീതിയിൽ എഡിറ്റിംഗ് വരുത്തി മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിളായ ഒരൊറ്റ സ്റ്റെപ്പ് ലൈന് മാത്രമേ മാറ്റാനുള്ളൂ. ഇവിടെ 16 താഴെയാണെങ്കിൽ 16 മുകളിലാണ് സീനിയറാണ്, 14 മുകളിലാണെങ്കിൽ ജൂനിയറാണ്, 12 മുകളിലാണ് സബ് ജൂനിയറാണ്, 12 താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം, യു ആർ ഇൻ കിഡീസ് കാറ്റഗറി എന്ന് പറയുന്നുണ്ട്. ചെയ്ത് നോക്കാം. ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എക്സാം 10 ഡോക്യുമെൻറ്റ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. അവിടെ നമുക്ക് ഫയലുള്ളത് എന്താണ്, ഫയലിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് കാറ്റഗറി എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സാം 10 ഡോക്യുമെൻറ്റ്സ് പോയിട്ട് പൈതൺ തുറന്നാൽ ഫൈൻഡ് കാറ്റഗറി എന്നുള്ള ആ ഫയൽ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഐഡിയലി ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മുടെ കമാൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇനി ആകെ ഒറ്റ ലൈൻ ആഡ് ചെയ്താൽ കൃത്യമായി വർക്ക് ചെയ്യും. ഇവിടെ എലിഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇഫ് ഒരു കണ്ടീഷൻ പറയുകയാണ്, അത് സക്സസ് ആണെങ്കിൽ ഇന്ന കാര്യം, ഫെയിൽ ആണെങ്കിൽ അടുത്ത കാര്യം. അപ്പോൾ അവിടെ ഇഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഇഫ്. അതിനകത്ത് അടുത്തൊരു ഇഫ് വരികയാണെങ്കിൽ എലിഫ് എന്ന് പറയും. എൽസിഫ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് എലിഫ്. ദെൻ അടുത്ത വീണ്ടും എലിഫ്. അവസാനിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി എൽസിനാണ് അവസാനിപ്പിക്കേണ്ടത്. നമുക്ക് എലിഫ് കഴിഞ്ഞിട്ട്
അടുത്തൊരു ഇഫ് വരുന്നുണ്ടെങ്കിലും വീണ്ടും എലിഫ് തന്നെ കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ബാക്കിൽ എൽസ് കൊടുക്കാം. എൽസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അവിടെ എന്ത് ചെയ്യുക, പ്രിൻ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഡബിൾ കൊട്ടേഷനകത്ത് പന്ത്രണ്ട് മുകളിലാണ് യു ആർ സബ് ജൂനിയർ കാറ്റഗറി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, യു ആർ ഇൻ കിഡീസ് കാറ്റഗറി. കിഡീസ് കാറ്റഗറി എന്ന് പറയുന്നുണ്ട്. യു ആർ ഇൻ കിഡീസ് കാറ്റഗറി. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മോഡിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എൻ്റർ നെയിം അരുൺ, ഏജ് 11. അരുൺ, യുവർ ഏജ് ഈസ് 11, യു ആർ ഇൻ കിഡീസ് കാറ്റഗറി. സക്സസ് ആയി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഒരൊറ്റ ലൈന് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഏജ് 16 മുകളിലോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇഫ് കണ്ടീഷനാണ്. ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 16 ആണെങ്കിൽ കമാൻഡ് എന്താ ടൈപ്പ് ചെയ്യേണ്ടത്, പ്രിൻറ്റ് യു ആർ ഇൻ സീനിയർ കാറ്റഗറി. അപ്പോൾ 16 മുകളിലാണ് സീനിയർ കാറ്റഗറിയാണ്. ഇനി അതല്ലെങ്കിൽ എൽസ് 16 താഴെയുള്ള മെസ്സേജ് കമാൻഡുകൾ നമ്പേഴ്സ് ആവുമല്ലോ. അപ്പോൾ എൽസ് ഇഫ്, അതല്ലെങ്കിൽ എൽസ് ഇഫിൻ്റെ ഷോർട്ടാണ് എലിഫ് ദ ഏജ് ഈസ് ഈക്വൽസ് ഓർ ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിൽ യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി കൊടുത്തു. ഇനി അതല്ലെങ്കിൽ അതുമല്ലെങ്കിൽ 14 താഴെയാണെങ്കിൽ യു ആർ 12 മുകളിലോ ആണെങ്കിൽ യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. നമ്മുടെ അടുത്ത് പറഞ്ഞത് അതിനും താഴെ 12 താഴെ വന്നാൽ റിസൾട്ട് വരുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ എൽസ് കൊടുത്താൽ മതി. 12 താഴെ വേറെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടില്ല. 10 വയസ്സിന് മുകളിൽ അങ്ങനെ വേറെ സെപ്പറേറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടില്ല. 12 വയസ്സ് താഴെ എന്ത് കൊടുത്താലും കിഡീസ് കാറ്റഗറി എന്നായിരിക്കണം. അപ്പോൾ നമ്മൾ എൽസ് കമാൻഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, പ്രിൻറ്റ് യു ആർ ഇൻ കിഡീസ് കാറ്റഗറി എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ സേവ് ചെയ്തപ്പെടുമ്പോൾ എക്സാം ടൈം ഡോക്യുമെൻറ്റ്സ്ക്കാണ് ഇത് സേവ് ആയിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടുന്ന് കോപ്പി എടുക്കണം. ഇത് അല്ലെങ്കിൽ ഈ റൺ ചെയ്യപ്പെടുന്ന ഈ ഒരു ടൈപ്പ് ചെയ്യുന്ന ഈ കോഡ് ഉണ്ടല്ലോ, ഈ കോഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സേവാസ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ടത്. അതല്ലാതെ റിസൾട്ട് വന്ന വിൻഡോ ഒരിക്കലും സേവ് ചെയ്യരുത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു വിൻഡോ ആണ് നമ്മൾ എല്ലായ്പ്പോഴും സേവ് ചെയ്യേണ്ടത്. ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ലൊക്കേഷനിലേക്ക് പോവുക. ഇവിടെ എക്സാം ബാക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഹോമിലേക്ക് എത്തും. ഹോമിലെത്തിക്കഴിഞ്ഞാൽ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ തുറന്നു. അവിടെ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ 1 2 3 രജിസ്റ്റർ നമ്പർ, അതിനുശേഷം എന്താണ് പേര് പറഞ്ഞിട്ടുള്ളത്, രജിസ്റ്റർ നമ്പർ, കാറ്റഗറി എന്നാണ് പേര് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കാറ്റഗറി ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി വേറൊന്ന് ഗ്രാഫിക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മോഡലായി കണ്ട് വരികയാണെങ്കിൽ തന്നെ പബ്ലിക്കിന് ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ക്വസ്റ്റ്യൻസൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്, വേണ്ട എഡിറ്റിംഗ് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ചൂടെ നൽകിയിട്ടുള്ള ഇങ്ങനെയാണ് മോഡലിന് വന്നതെന്ന് വിചാരിച്ച് സംടൈംസ് പബ്ലിക്കിന് ഡിഫറൻ്റായി വരാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ചൂടെ നൽകിയിട്ടുള്ള ചിത്രത്തിലേതുപോലെ 3 നിറങ്ങളിൽ വൃത്തങ്ങൾ തുല്യ കോണകലത്തിൽ വരക്കുന്നതിനായി തയ്യാറാക്കിയ പൈതൺ പ്രോഗ്രാം എക്സാം 10 ഡോക്യുമെൻറ്റ്സ് പൈതൺ എന്ന ഫോൾഡറിൽ ഡ്രോ സർക്കിൾ .py എന്ന പേര് നൽകിയിരിക്കുന്നു. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഔട്ട്പുട്ട് അല്ല ലഭിക്കുന്നത്. ചിത്രത്തിലേതുപോലെ ഔട്ട്പുട്ട് ലഭിക്കുന്ന വിധത്തിൽ പ്രോഗ്രാമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രോഗ്രാം തന്നിട്ടുണ്ട്. എവിടെയാണ് എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ഡ്രോ സർക്കിൾ .py. ആദ്യം എന്ത് ചെയ്യുക, തന്ന പ്രോഗ്രാം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചാൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കാമല്ലോ. ഡ്രോ ഹോമിനകത്ത് എക്സാം 10 ഡോക്യുമെൻറ്റ്സിനകത്ത് പൈതൺ ഫോൾഡറിനകത്ത് ഡ്രോ സർക്കിൾ .py ഇതിങ്ങനെ തുറന്നാൽ ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് എഡിറ്ററിലാണ് തുറക്കുക. നമുക്ക് തുറക്കേണ്ടത് എവിടെയാണ്, IDLEയിലാണ്. അതിനെന്ത് ചെയ്യുക, IDLE ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, IDLE ഓപ്പൺ ആക്കുക. ഓക്കെ, IDLE ഓപ്പണായി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാലോ. റണ്ണ് ക്ലിക്ക് ചെയ്തിട്ട് റൺ മോഡിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ചിത്രം വരക്കുന്നുണ്ട്. കണ്ടോ എന്ത് സംഭവിച്ചത്, ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ചിത്രങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം, 3 തുല്യ അളവിൽ വേണം. ഒരു
പോയിൻറ്റിന് ചുറ്റുപുറമുള്ള ആംഗിൾ എത്രയാണ് 360 അല്ലേ. അപ്പോൾ ടോട്ടൽ 360 ഉണ്ടെങ്കിൽ 360 3 തുല്യ അളവിൽ നമുക്ക് എന്ത് ചെയ്യണം, 3 സർക്കിൾസ് വരക്കണം. അപ്പോൾ 3 സർക്കിൾസ് തുല്യ അളവിൽ 360 ഡിഗ്രിക്കകത്ത് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 360 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, 120 ആണ്. അപ്പോൾ ഒരു സർക്കിൾ വരച്ച് 120 ഡിഗ്രി ടിൽറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം 120 ഡിഗ്രി മാറിയിട്ട് വേണം നമ്മൾ അടുത്ത സർക്കിൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ പ്രോഗ്രാമിൽ അതിനൊരു കോഡ് ഉണ്ടാവും, ആ കോഡൊന്ന് മാറ്റി കൊടുത്താൽ മതി. പ്രോഗ്രാം നോക്കാം. ഇവിടെ നോക്കൂ, ഫ്രം ടൈറ്റിൽ ഇമ്പോർട്ട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഫോർ CLR ഇൻ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സർക്കിൾ 100, ലെഫ്റ്റ് 70. ഇവിടെ 70 ഡിഗ്രി തീരണുള്ളൂ. നമ്മൾ എത്ര തീരേണ്ടത്, 120 ഡിഗ്രി തീരണം. അതിനിവിടെ 70 എന്ന് മാറ്റിയിട്ട് 120 ആക്കി കൊടുക്കുക. ഓക്കെ, 120 ആക്കി കൊടുത്തിട്ട് റൺ കമാൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാലോ. നോക്കൂ, ഇത് ചിത്രം വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സെറ്റ്. 3 സർക്കിളും ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എന്ത് ചെയ്യണം, ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫയലിനെ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് കണ്ട് നമ്മുടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലേക്ക് കോപ്പി ചെയ്യണം. അതിന് എക്സാം പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണം. ഇവിടെ വന്നാൽ എക്സാം 10 പ്രൊഡക്ട്സ് ഉണ്ടാവും, അത് തുറക്കുക. അതിനകത്ത് ഡ്രോ സർക്കിളിന് മുമ്പ് എന്ത് ചെയ്യണം, രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കണം. _ ക്വസ്റ്റ്യനിലെന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, സർക്കിൾ എന്നാണ് പേര് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ സർക്കിൾ എന്ന് എടുക്കുക. ഇവിടെ ഡ്രോ എന്ന് വേണ്ട, സർക്കിൾ നോക്കി മാറ്റി കൊടുക്കുക. circle.py സേവ് ചെയ്യുക. സിമ്പിൾ. ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ്. അപ്പോൾ 1-2 ലൈന് മാത്രമേ എഡിറ്റ് ചെയ്യാണ്ടാവുള്ളൂ. അത് മാത്രം ഒന്ന് കറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, കാറ്റഗറി തിരിച്ചിട്ടുള്ള ഇഫ് കണ്ടീഷനകത്ത് വരികയാണെങ്കിൽ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ എൽസ് എന്ന് കൊടുക്കുക, ദെൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ചിത്രങ്ങൾ വരച്ച് തരുമ്പോൾ അതിൻ്റെ ആംഗിൾസും കാര്യങ്ങളും എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നൊരു കോഡ് ഉണ്ടാവും. അത് കോഡ് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് ആ ആംഗിളിൽ മാത്രം പോയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വാല്യൂ മാറ്റി കൊടുത്താൽ അവിടെയും നമുക്ക് കൃത്യമായ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ചാപ്റ്റർ പഠിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.